ഹൈദരാബാദ് എപ്പോഴാ തമിഴായിരുന്നു? ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് മനസ്സിലായി നീ കള്ളത്തരം കാണിച്ചു എന്നുള്ളത്. അടുത്ത ഫ്ലൈറ്റിന് ഒന്നെങ്കിൽ നീ ബാംഗ്ലൂർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നേരെ പോണ്ടിച്ചേരിക്ക് വരുവാണ്. ഐ ഗോട്ട് പാനിക്. ഞങ്ങൾ ഓട്ടോയിൽ കയറുന്നു. അപ്പോൾ അടുത്ത അണ്ണ വേഗം സ്പീഡിൽ പൊക്കോന്ന് പറയുന്നു. അപ്പോൾ അണ്ണൻ എന്താ സംഭവം എന്ന് വെച്ചാൽ അണ്ണൻ വിചാരിക്കും ഞാൻ ഈ ഒളിച്ചോടുവാണ്. അപ്പോൾ അണ്ണൻ പറയും സി എൻ്റെ പக்கம் ഒരു സേഫ് പ്ലേസ് ഉണ്ട്, പോടോ കൊടുത്തിട്ട് അത്. കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഞാൻ റോഹിത് വണ്ടി എടുത്ത് പോണ്ടിച്ചേരി പോയി അമ്മേനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കണ്ടതല്ല ഞങ്ങൾ പോണ്ടിച്ചേരി നിൽക്കുന്നത്. ഈ അഡ്വർടൈസിങ് ഏജൻസിന്റെ ഒരു പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസുകാർ അത് കവർ ചെയ്യാൻ വന്നപ്പോൾ ഒരു പിങ്ക് സ്വെറ്റർ ഇട്ട ഒരു കുട്ടി വെറുതെ അവിടെ കിടന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് സ്വാഭാവികം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അടുത്ത ക്യാമറ ചേട്ടൻ ഇങ്ങനെ ഹായ് മോളെ എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സോറി മൈ മോം സെഡ് ഡോണ്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. അമ്മ സ്കൂളിൽ വന്നിട്ട് ടീച്ചേഴ്സിനോട് പറയും കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആവണം, അവളുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കരുത്, ഫ്രീ ആയിട്ട് നിൽക്കരുത്. ടീച്ചേഴ്സ് അയ്യോ ഷീ സച്ച് എ വെരി ഗുഡ് ഗേൾ, ജെമ്മാണല്ലോ, പിന്നെ എന്തിനാന്നൊക്കെ ചോദിക്കും. അങ്ങനെ അമ്മ പിണങ്ങി സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. സിനിമയിലും എന്നെ വിളിച്ചിട്ടുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണെങ്കിലും എൻ്റെ ഈ കോൺഫിഡൻസ് കുറവ് കൊണ്ടാണ് പലതും ലാസ്റ്റ് നിമിഷം ഞാൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്നെ കളിയാക്കുമായിരുന്നു എല്ലാവരും, ഓ ഭയങ്കര ജാടയാണ്. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ചളി പറയുന്നത്, ഞാനാണ് അവരെ വെറുപ്പിക്കുന്നത്, എന്നോട് ദേഷ്യപ്പെടുന്നത്. അതൊക്കെ ഒരു വേറെ മൊമെന്റും വേറെ ലൈഫുമാണ്. അപ്പൊ അവിടെ ഞാൻ യൂട്യൂബ് കൊണ്ട് വെക്കുമ്പോൾ ഒന്നാമത് എന്റെ ഫ്രണ്ട്സിന് ക്യാമറ ഇഷ്ടമല്ല, എന്റെ ഹസ്ബൻഡിന് ഉൾപ്പെടെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അന്ന് ആങ്കേഴ്സ് കുറവാ. അപ്പൊ ഞാൻ അവിടെ പോയി ചെയ്യുന്നു. അപ്പോഴാണ് കിരൺ ടി വി എന്ന് പറയുന്ന ഒരു കിഡിലും ലൈവ് പ്രോഗ്രാം ആദ്യം വരുന്നത്. കിരൺ ടി വിയിൽ ഒരു പക്ഷേ ജസ്റ്റ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ് പിള്ളേരുടെ പരിപാടി ചെയ്ത് അവിടുത്തെ ടോപ്പ് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാമോ വരെ, അതായത് പിള്ളേരുടെ പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് സീനിയോറിറ്റി ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടി ചെയ്ത് അവിടുന്ന് സൂര്യ ടി വി അങ്ങനെ എങ്ങനെയാണ് പിന്നെ നിന്ന് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അയച്ചുതരാം. അയക്കേണ്ട അഡ്രസ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയറക്കോണം വിയോ. ഇപ്പോഴും അഡ്രസ് വരെ എനിക്ക് ഓർമ്മ. ഹായ് ഹലോ, വെൽക്കം ടു ഇൻഫൈൻ പ്ലസ് ടോക്ക് ബാക്ക്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാളത്തിലെ മോസ്റ്റ് എനർജറ്റിക് ആങ്കേഴ്സിലൊരാളായ അലീന പടിക്കലാണ്. വെൽക്കം. ഹലോ, ഹായ്. അപ്പം നമ്മളൊരു മീഡിയക്കൊപ്പം വളർന്ന ഒരാളാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു കൊച്ചു സമയം മുതൽ ഇതുവരെ എന്നുള്ള മാറ്റം? ഭയങ്കര ഒരു വലിയ മാറ്റമാണ് വന്നേക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചെറുതിലേ ഞാനും ടി വിയും ഒരുമിച്ച് വളർന്ന് വന്നു എന്നുള്ളത്. ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്തതും അല്ലാണ്ട് പ്രോഗ്രാംസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും എല്ലാം കണ്ട് വളർന്നതാണ് ഞാൻ. എനിക്ക് ചില സമയത്ത് തോന്നും ഈ ഹ്യൂമൻ്റെ എവല്യൂഷനൊക്കെ ഇല്ലേ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ എവല്യൂഷനൊക്കെ കണ്ടുവന്ന ഒരാളാട്ടോ. പക്ഷെ എന്ന് പറഞ്ഞാൽ അത്ര പുതുക്കി തള്ളയായതല്ല. എന്താ വെച്ചാൽ ഞാൻ വളർന്നതിൻ്റെ കൂടെ എല്ലാവരും ഇപ്പം എന്നെ കളിയാക്കി പറയുമ്പോഴേ ഈ സീനിയേഴ്സൊക്കെ വരുമ്പോൾ എനിക്ക് അവരെ ഭയങ്കര പരിചയമായിരിക്കും. അപ്പോൾ അവരോട് ഇങ്ങനെ കമ്പനി അടിക്കുമ്പോൾ പറയും നമ്മൾ പണ്ട് പോലെയുള്ള പരിചയം എന്ന് പറയുമ്പോൾ അപ്പോൾ ശരിക്കും നിനക്ക് എത്ര വയസ്സുണ്ട്? വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാറായി. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു ഏജ് ഇസ് നെവർ എ ഫാക്ടർ. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു കമന്റ് അടിച്ചത് ഇപ്പൊ എല്ലാവരുടെയും വിചാരേ എന്നെ മറ്റേ തള്ളവൈ പഠിച്ചിട്ടിരിക്കുക. സംഭവം ഞാൻ പ്രായം കുറവെന്ന് പറയുമ്പോഴെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ എൻ്റെ 30-ലാണ്. പക്ഷെ എന്നാലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു എക്സ്പീരിയൻസ്. 20-ൽ മേലെ വർഷം ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്തു. അപ്പം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അന്നില്ല. അപ്പം ഇപ്പം മൈക്ക് വരെ ഇപ്പം നോക്കിക്കോ, മൈക്ക് എന്ന് പറയുന്നത് ചെറിയ മൈക്കാണ്. ഞാൻ മറ്റേ വലിയ ഹാൻഡ് മൈക്ക് വയറിട്ടത് ഷോക്ക് അടിച്ചു വരെ ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ട്. വേറെ മൈക്കാണ്, ഞാൻ പറയില്ല, അത് വേറെ മൈക്കാണ്. മറ്റേത് നമ്മളൊരു ആങ്കർ എന്ന് പറയുമ്പോഴത്തേക്കും ചെക്ക് ചെയ്യുന്നത് മൈക്ക് ഉണ്ട്, ആ മൈക്കിന് ഒരു കേബിൾ ഉണ്ടാവും, പിന്നെ കേബിൾ മാറി മൈക്കായി, പിന്നെ ആ മൈക്ക് മാറി ചെറിയ ലേപ്പിലായി, ആ ലേപ്പിലിന് കേബിൾ ഉണ്ട്, ഇപ്പം മാറി അത് മാറി ചെറിയ മൈക്കായി. ക്യാമറ ആണെങ്കിലും ഞാൻ കണ്ടു വളർന്നിരിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് വലിയൊരു ക്യാമറയാണ്. അപ്പോൾ ഒരുപാട് പിന്നെ ലൈറ്റപ്പ് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഇപ്പം എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റീസ് വൈസ്. ഇപ്പോൾ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു ആങ്കർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ ഞാൻ അല്ലെങ്കിൽ നമ്മളൊരു 5-6 പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ യു ഇൻക്ലൂഡിങ് യു ഇറ്റ് സെൽഫ് ഇപ്പോൾ ഒരുപാട് ആങ്കേഴ്സ് ഉണ്ട്. അപ്പം ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടി ഒരു നല്ല എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടെന്ന് പറയും. ഇവിടെ സാറ്റലൈറ്റ് മാത്രമല്ല, ചാനലുകളും വളരെ ചുരുക്കമായ ചാനലുകളാണ്. അന്നത്തെ എല്ലാ ചാനലുകളിലും പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവം. അതായത് തുടക്കം ഏഷ്യാനെറ്റിലാണെങ്കിൽ ഏഷ്യാനെറ്റ് പ്ലസ്, അത് കഴിഞ്ഞിട്ട് സൂര്യ ടി വിയുടെ കിരൺ ടി വി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മഴവിൽ മനോരമ വരുന്നു, മഴവിൽ മനോരമയുടെ എൻ്റർടൈൻമെൻറ്റിൽ ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്
ഇപ്പൊ അമൃതയിൽ നിൽക്കുന്നു. വേറെ ഏതായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ചാനൽ? ഇതൊക്കെയായിരുന്നു അവരുടെ FM-ലും ചെയ്തിട്ടുണ്ടെന്നുള്ള കേട്ടോ അതിലെ അത്ഭുതം. ഏഷ്യാനെറ്റിന്റെ FM-ൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് മോർ ലൈക്ക് ഏതൊക്കെ ചാനൽസ് പുതിയത് വരുന്നോ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്രോത്തും എൻ്റേത് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പഴയ ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇപ്പോഴും പരിചയവും ഒരു കണക്ഷനും അവർ തന്നെയാണ് ഇപ്പോൾ വേറെ ചാനലുകളിൽ സ്പ്രെഡായിട്ട് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വരാനുള്ള റീസണും ഈ പറഞ്ഞത് നിങ്ങളുടെ ക്യാമറ ടീം തന്നെയാണ്. ബിക്കോസ് അവർ എന്നെ കൊച്ചിൽ സൂര്യ ടി വിയിലും കിരൺ ടി വിയിലും കണ്ടിട്ടുണ്ട്. അവർ എന്നെ വിളിച്ചിട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും നോ പറയാൻ പറ്റത്തില്ല. സോ ദാറ്റ്സ് ഹൗ മൈ ഗ്രോത്ത് ഇൻ ദിസ് ഫീൽഡ്. ആ സമയത്ത് കുഞ്ഞായിരുന്നല്ലോ. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ആ സമയത്ത് സീനിയേഴ്സിന്റെ ഒക്കെ ഉള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? അന്ന് എല്ലാവരും അങ്കിളെന്ന് വിളിക്കുന്നു, ഇന്ന് എല്ലാവരും ചേട്ടനെന്ന് വിളിക്കുന്നു. അന്ന് ഞാൻ ചെറുതായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡം ആണല്ലോ വിളിക്കുന്നത്. പക്ഷെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്നൊരു ഗ്രീറ്റിങ്സ് അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് എന്നെ വെൽക്കം ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമ്മളെ ഒരിക്കലും വെളിയിൽ വെച്ച് കാണും, എലീന എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചാൽ നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. അത് എനിക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ എനിക്ക് എൻ്റേതായ രീതിയിൽ ഒരു മികവ് വരുത്തി അല്ലെങ്കിൽ എനിക്ക് എക്സ്പോഷർ, ഇപ്പോൾ എനിക്ക് ഫേമസ് ആവണമെന്നൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ എൻ്റെ കോണ്ടാക്റ്റുകൾ എനിക്ക് അത്രയും വലുതാണ്. ഇപ്പോൾ നാളെ എനിക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ, ഈ ഫീൽഡിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരുപാട് കോണ്ടാക്റ്റുകളുണ്ട്. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാൻ പറ്റുന്നതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്. എന്നും മിക്ക സെലിബ്രിറ്റീസിനും അവരുടേതായ ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്. അത് ആ രീതിയിൽ അതിനെ ഒരു ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെ ഇതാക്കി കൊണ്ടുവരണം. എൻ്റെ പലപ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഗ്രോത്ത് അങ്ങോട്ടേക്ക് അങ്ങനെ ആയിട്ടില്ല, എൻ്റെ ഗ്രാഫ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ലോ, യൂട്യൂബിൽ എൻഡ് ചെയ്യേണ്ടേ എന്നുള്ളൊരു സീനിലുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അപ്പാർട്ട് ഫ്രം ദ ഷൂട്ടായിരിക്കണം. മറ്റേത് എപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിലും പിന്നെയും ക്യാമറയുടെ ഫ്രണ്ടിലും അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും ദർ ഇസ് നത്തിങ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈ പ്രൊഫഷൻ ആൻഡ് മൈ പേഴ്സണൽ ലൈഫ്. സോ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് മീഡിയയിലുള്ള ഫ്രണ്ട്സ് അല്ല, എൻ്റെ കൂടെ പിന്നെ കുറേ വർഷങ്ങളായിട്ട് കോളേജിൽ പഠിച്ച് എൻ്റെ തല്ലിപ്പൊളി ഫ്രണ്ട്സുമായിട്ട് ഞാനൊരു തല്ലിപ്പൊളി ജീവിതമാണ്. ഞാൻ ഒരിക്കലും ഭയങ്കര അതെ. അപ്പം ഞാൻ ഷോയിൽ ഇപ്പോൾ എങ്ങനെ ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് മെല്ലെ സംസാരിക്കും, കാരണം ഈ ആംബിയൻസ് കുറച്ച് ക്ലാസിക് ആംബിയൻസ് ആയതുകൊണ്ട് സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്നതാണ്. ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എനർജിനെക്കാട്ടിലും അപ്പുറം എന്താന്ന് അറിയട്ടെ, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ചളി പറയുന്നത്, ഞാനാണ് അവരെ വെറുപ്പിക്കുന്നത്, എന്നോട് ദേഷ്യപ്പെടുന്നത്. അതൊക്കെ ഒരു വേറെ മൊമെന്റും വേറെ ലൈഫുമാണ്. അപ്പൊ അവിടെ ഞാൻ യൂട്യൂബ് കൊണ്ട് വെക്കുമ്പോൾ ഒന്നാമത് എൻ്റെ ഫ്രണ്ട്സിന് ക്യാമറ ഇഷ്ടമല്ല, എൻ്റെ ഹസ്ബൻഡിന് ഉൾപ്പെടെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അവരുടെ ലൈഫും കൂടെ കളഞ്ഞിട്ട് എഗെയിൻ ഒരു യൂട്യൂബ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലും എനിക്ക് ഇത് നിർത്തേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് പെട്ടെന്ന് എംപ്റ്റി ആയെന്ന് തോന്നുമ്പോൾ ഒരുപക്ഷെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാതിരിക്കാം. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിലപ്പോൾ തുടങ്ങാം. പക്ഷെ ഇപ്പം ആസ് ഓഫ് നൗ അങ്ങനെ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻസ്റ്റയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് വലിയ ആക്റ്റീവ് അല്ല. അത് ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ആക്റ്റീവായി വെക്കുന്നു എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ കേർട്ടസി ആണല്ലോ, നമുക്ക് ഷോയിലിടുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ കേർട്ടസി ആയതുകൊണ്ട് അവർക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊളാബ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈലിസ്റ്റിന് വേണ്ടി ചെയ്യുന്നു. പിന്നെ 1-2 വീഡിയോസൊക്കെ ചിലപ്പോൾ ഒന്നിടുന്ന അല്ലാണ്ട് ഇൻസ്റ്റയിൽ അങ്ങനെ പൊതുവെ ആക്റ്റീവ് അല്ല. എന്നെ ഇൻസ്റ്റയിൽ അറിയാവുന്നവർക്കറിയാം, എൻ്റെ സ്റ്റോറീസ് മിക്കപ്പോഴും ഈ പറയുന്ന പോലെ ഫ്രണ്ട്സുമായിട്ട് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കുന്ന ഒരു സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ പഴയ ഒരു സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് മാധ്യമപ്രവർത്തനം വേറൊരു സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ടിപ്പോൾ നമ്മളിപ്പോൾ മീശാതവരിൽ കൊച്ചിങ്ങാനി പറഞ്ഞില്ല, കുഞ്ഞിട്ട് നിവർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്ന നാടാണെന്ന് പറഞ്ഞ പോലെ ഇപ്പം കുഞ്ഞിട്ട് നിവർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറി ചരിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറലാവുന്ന നാടാണ് നമ്മളെ നീലക്കുയിലിൻ്റെ ഒക്കെ ഫ്രെയിമിൽ വന്നുള്ളത്. ആ ഒരു ഡിഫറൻസിനെ നമ്മൾ അങ്ങനെ കാണുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറൻസിനെക്കാട്ടിലും അപ്പുറം എനിക്ക് തോന്നുന്നു ദാറ്റ് ക്യാൻ ബി ഓൾസോ എ ഗ്രോത്ത് ഫോർ അനദർ ആർട്ടിസ്റ്റ് പ്രോബബ്ലി. നമ്മളിപ്പോൾ ബോളിവുഡിൽ നമ്മൾ എല്ലാവരെയും കാണുന്നുണ്ട്, അവരുടെ ഒരു എക്സ്പോഷർ എങ്ങനെയാണെന്നുള്ളത്. അവർ ജിമ്മിൽ പോകുമ്പോഴോ ഒരു പാർട്ടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അവരെവിടെ പോയി കഴിഞ്ഞാലും അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ന്യൂസ് പാപ്പരസീസ് കാരണമാണ് നമ്മൾ കാണുന്നത്. അതേ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെയും ഓരോരുത്തർ വരുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന യൂട്യൂബ് മീഡിയകൾ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ആരാണ് ആ വ്യക്തി എന്നുള്ളതും അറിയുന്നത്. ചിലർ അതിനായിട്ട് വരുന്നവരും ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ ഇന്നൊരു ഫംഗ്ഷന് പോകുമ്പോൾ
ഇതുപോലെ കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ടെങ്കിലേ എന്നെ അടുത്ത ഫംഗ്ഷനിലും അവർ വിളിക്കുള്ളൂ. കാരണം ഞാൻ ഈ ഫീൽഡിൽ എക്സിസ്റ്റിംഗ് ആണ് എന്ന് വരുത്താനും കൂടി ആയിരിക്കാം ഞാനിവിടെ ഉണ്ടെന്നുള്ളൊരു. കാരണം എത്ര ആൾക്കാരാണ് ഇപ്പം എന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു ഇതിലൊരു 1% ഇറങ്ങുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ റോഡിൽ ഇറങ്ങുകയാണെങ്കിൽ പണ്ട് പറയായിരുന്നു ഒരാളെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു എഞ്ചിനീയർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഫീൽഡിൽ ഒരു കണക്കിന് അതൊരു ഗ്രോത്ത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ള എന്താ അറിയോ, അവർ എടുക്കുന്ന രീതി അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നും കൂടെ ഒന്നൊരു ബെറ്റർ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ വന്നിട്ട് ചോദിക്കും ഇത് കമ്മൽ എവിടുന്ന അല്ലെങ്കിൽ ഡ്രസ്സ് എവിടുന്ന ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ വീട്ടിൽ നിന്നാണ്. ബിക്കോസ് എനിക്ക് ഞാനത് ഡിസൈൻ ചെയ്തായിരിക്കും. പക്ഷെ അത് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് ഇറിറ്റേറ്റഡ് ആയിരിക്കും. കാണുന്നവർക്ക് എൻ്റെ ചാടി ഇവളുടെ വീട്ടിൽ നിന്നാണെന്നോ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കത്തില്ല. എൻ്റെ മുന്നിൽ നോക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഫോണിൽ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് നല്ല രസമുണ്ടല്ലോ ഈ ഡ്രസ്സ് എവിടെ നിന്ന്. അപ്പോൾ നമ്മൾ കാഷ്വലി പറയുന്നത് എന്തായിരിക്കും, ഞാൻ അമ്മ മേടിച്ചു തന്നെയായിരിക്കും. ഞാൻ ഇടുന്ന എല്ലാ കോസ്റ്റ്യൂമും കർട്ടസി അല്ല, അത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. മിക്കതും ഞാൻ ഒന്നെങ്കിൽ എവിടെയെങ്കിലും കണ്ടെടുക്കുന്നതോ അല്ലെങ്കിൽ ഈ സ്റ്റിച്ച് ചെയ്ത് എനിക്ക് കിട്ടുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഏത് സ്ഥലത്ത് നിന്നാണെന്നൊന്നും എനിക്ക് അറിയണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെയായിരിക്കും റിപ്ലൈ ചെയ്യുന്നത്. ചിലരുണ്ടാവും ചിലരുടെ കൂടെ തന്നെ ഇപ്പോഴും ത്രൂ ഔട്ട് പോകുന്നത്. പക്ഷെ അത് അവർക്ക് കിട്ടുന്നൊരു എക്സ്പോഷർ ആയിരിക്കാം. നമുക്കത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ ഈ ഇതിൽ കുറച്ച് ബാക്കായിട്ട് നിൽക്കുന്ന ആളായിരിക്കും. അങ്ങനെ ഒരുപാട് ഇനാഗ്രേഷൻസിനോ കാര്യങ്ങളൊന്നും പോവാറില്ല. പോകുന്നിടത്തൊക്കെ ഇവർ വരാറുണ്ട്. ഇവർക്കുള്ള സഹായങ്ങളും ഈ പറയുന്ന നല്ല സഹായങ്ങളും വെച്ചാൽ അങ്ങനെയല്ല, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്തിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോവുക. കാരണം എനിക്കത് അറിയത്തില്ല. ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് നടക്കാനും പറ്റത്തില്ല, ഓടാനും പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ. നമ്മൾ ഈ പരിങ്ങുന്ന കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ചിലർക്കറിയാം, ചിലർ പറയും ഇവരെ ഇതൊന്നും വെറുതെ വിട്ടൂടെ. ചിലരുണ്ടോ ഇവൾ ആരാന്നൊക്കെ അറിയത്തില്ല, ആരാ ഇവളാരാന്ന് വെച്ചാൽ അറിയത്തില്ലല്ലോ, നമ്മൾ ആരാന്ന് അറിയത്തില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ കാണുന്ന ഈ സ്ക്രീനിൽ നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഭാവങ്ങളാണ്. പക്ഷെ ഇവർ എത്രത്തോളം ക്ലോസ് ആയിട്ടാണ് വരുന്നതെന്നുള്ളതും അമ്മയടുത്ത് വണ്ടി മാറ്റി ഇടണം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതുപോലെ ക്ലോസ് ആയിട്ടായിരിക്കും ഇവർ നിൽക്കുന്നത്. അത് ചില സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ അടുത്തേക്ക് ആണെങ്കിൽ തന്നെ അവരൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടൊക്കെയാണ് വർത്താനം പറയുന്നത്. കുറച്ച് വർത്താനം പറഞ്ഞ അളിയന്മാരെ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ വീണ്ടും പ്രശ്നമൊന്നും ആളിയമ്മടി പണ്ടുപോലെ അത് പണ്ടുപോലെ ഉള്ളൊരു സംഭവം കേട്ടോ. പക്ഷേ എനിക്കും ഗുണം ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നത്. യൂട്യൂബേഴ്സ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു ഫംഗ്ഷന് പോയി കഴിയുമ്പോഴത്തേക്കും അവരും എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരു 4 പേരെങ്കിലും അതിൻ്റെ അടിയിൽ ഇവൾ ആരാന്ന് ചോദിക്കുന്നവൻ്റെ ഒരു 4 പേര് അതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യണ്ടോ ഇത് എലീന പഠിക്കില്ല എന്ന് പറയുമ്പോൾ അത് റീച്ച് തന്നെയാണ്. ടിവിയിൽ ഇപ്പൊ എല്ലാവരും എന്നെ കാണണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ ഈ ഇനോഗ്രേഷൻ ഒക്കെ പോയി വരുമ്പോഴായിരിക്കും ആരാ നോക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഫോണിലേക്ക് ഒതുങ്ങിയല്ലോ. അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു കണക്കിൽ നോക്കുമ്പോൾ. എപ്പോഴും അമ്മ ഈ ഫംഗ്ഷൻസിനൊക്കെ അമ്മയാണോ കൊണ്ടുപോകുന്നത്? അമ്മയും അപ്പനും എല്ലാ തവണയും കൂടെ ഉണ്ടാവും മിക്കപ്പോഴും. ഇപ്പോൾ മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലൈഫ് എങ്ങനെയാണ്? മാരേജ് കഴിഞ്ഞിട്ടുള്ളൊരു ലൈഫ് അടിപൊളി ലൈഫായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ അന്നും എപ്പോഴും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് എപ്പോഴും ഉള്ളത്. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒന്നിക്കാനെന്നും പറഞ്ഞുകൊണ്ടാണ് കൂടിയെങ്കിലും കുറച്ചും കൂടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. ഒരു 15 days ഞാൻ റോഹിത്തിൻ്റെ കൂടെ ഉണ്ടാവും, ബാക്കി 15 days എൻ്റെ ഷൂട്ട് വീട്ടുകാർ അങ്ങനെയായിട്ട് നടക്കും. ബട്ട് ഇറ്റ്സ് വെരി ഗുഡ് ബിക്കോസ് കിട്ടിയൊരു പാർട്ട്ണർ ഈ പറയുന്ന പോലെ ഭയങ്കര ഫ്രീ ആയിട്ടൊരു പാർട്ട്ണറാണ്. എൻ്റെ ഒരു സിബ്ലിംഗ് ലവ് എന്നാണ് ഞാനും റോഹിത്തും പറയുന്നത്. ഞാൻ റോഹിത്തിൻ്റെ ഷോർട്ട്സ് എടുത്തുകൊണ്ട് പോകുന്നു, റോഹിത്ത് എൻ്റെ പെൻസിൽ ബോക്സ് എടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെ ഞങ്ങൾ അടിയാവുന്നു. അങ്ങനത്തെ ഒരു എന്താ പറയുന്നത്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. വീട്ടിൽ അടി ഉണ്ടാകുമ്പോൾ ആദ്യം അടി ഉണ്ടാക്കുന്ന ആരാണ്ടായിരിക്കും? സത്യസന്ധമായിട്ട് പറഞ്ഞു റോഹിത്ത് അടുത്ത് തുടക്കം കുടിക്കുന്നത്. പക്ഷെ എന്റെ ഒച്ച ഭയങ്കരമായിരിക്കും. അത് റോഹിത്ത് ഇങ്ങനെ ചിലപ്പോ എന്നെ ഒച്ചയുള്ള എല്ലാ ആൾക്കാരുടെയും പ്രശ്നം ഈ മറ്റേ ആള് വളരെ പതിയായിരിക്കും പ്രശ്നം ഉണ്ടാകും, കേൾക്കില്ല. എന്നെ ഇങ്ങനെ ഞോണ്ടിയിട്ടായിരിക്കും റോഹിത്ത് പോകുന്നത്, അല്ലെങ്കിൽ എന്റെ ടീഷർട്ട് പിടിച്ചു വെക്കും ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ. അപ്പൊ ഞാൻ എന്ത് ഇവിടോ എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കുമ്പോഴായിരിക്കും അമ്മ കേൾക്കുന്നത്. സോ അമ്മ വന്നിട്ട് എന്താ പിള്ളേരെ ഇവിടെ റോഹിത്ത് കണ്ടോ അമ്മി എന്നെ ഇങ്ങനെ ചെയ്തിട്ട് പോയി. അപ്പൊ ഞാനോ ഞങ്ങളെങ്ങനെ ഒരിക്കൽ വീട്ടിൽ ഭയങ്കര സീനായിട്ട് അമ്മയും അപ്പനും കൂടെ വന്ന് ഞങ്ങൾ രണ്ട് റൂമിലാക്കി. 2 റൂമിലാക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റി ചൊറിയല്ലോ, എങ്ങനെയെങ്കിലും പോയി ഇടിക്കാനുള്ള ദേഷ്യത്തിലേക്ക് ആയിരിക്കുമല്ലോ. അങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറയും നമ്മൾ സമാധാനമായില്ല, അമ്മയും അപ്പനും വേറെ റൂമിലേക്ക് ആക്കിയതെന്നൊക്കെ പറയും. റോഹിത്ത് അറിയും സാരമില്ല, നീ എന്നെ അങ്ങനെ ചെയ്തോണ്ടല്ലേ, നീ സോറി പറ. ഞാൻ എന്തിനാ സോറി പറയുന്നത്, നീ എന്നെ ആദ്യം തോണ്ടിയത്, പിന്നെ അതിനായിരിക്കും അടി. ഇറ്റ്സ് ഫൺ. ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ഞങ്ങൾ ഭയങ്കര സിബ്ലിങ്സ് ലവാണ്. ഇപ്പോൾ പോയിരിക്കും ദുബായിൽ എൻ്റെ പെൻസിൽ ബോക്സ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അറിയാണ്ട് എൻ്റെ ഒരു ടോയ് പെൻസിൽ ബോക്സ് ഉണ്ട്.
എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതല്ല. അതിലെ പെൻസിലും പെന്നും എല്ലാം പണ്ട് വാങ്ങിയെറിഞ്ഞ കല്യാണം. അല്ല, ഇത് എൻ്റെ കോളേജിൽ പഠിക്കുമ്പം ഞാൻ അതീഷ് എന്നും പറഞ്ഞ് പേരിട്ടിട്ടുള്ള ഒരു ക്യൂട്ട് ലിറ്റിൽ ഒരു ഇതാണ്, ഒരു ടെഡി ബെയറിൻ്റെ ഒരു ബോക്സ് ആണ്. റോഹത്തിന് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു, എല്ലാം ചെയ്തു. ഞാൻ റോഹത്തിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുക. റോഹത്ത് എന്തായാലും ദുബായ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ദുബായിൽ എത്തിക്കഴിഞ്ഞിട്ട് യു ഹാവ് എ സർപ്രൈസ് എന്നും പറഞ്ഞിട്ട് മറ്റേ വൺ സീൻ വാട്സാപ്പിൽ ഉണ്ടാവുമല്ലോ, അതിലൊരു ഫോട്ടോ നോക്കുമ്പോൾ എൻ്റെ അതീഷ്. അപ്പോൾ ലൈക്ക് ഞാൻ എൻ്റെ വീട് മൊത്തം നോക്കുമ്പോൾ എൻ്റെ അതീഷ് ഇല്ല. അതായത് ഈ അതീഷിനെ ഞാൻ അറിയാണ്ട് കൊണ്ടുപോയേക്കാം, അവനറിയാൻ ഞാൻ ദുബായ് വരെ പോയി എടുക്കത്തില്ല എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വാശിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഏത് നിമിഷം അവിടെ വന്ന് അതീഷ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും അതീഷിനെ നമ്മുടെ ഈ പെട്ടിയുടെ ഉള്ളിൽ സിബ് തുറന്നിട്ട് തല മാത്രം പുറത്ത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അടയ്ക്കും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അമ്മ അറിഞ്ഞില്ലല്ലോ എൻ്റെ അതീഷിനെ കൊണ്ടുപോയത്. അതെ, എൻ്റെ അതീഷ് ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ഇതൊക്കെ ആൾക്കാർക്ക് വട്ടായിട്ട് തോന്നും, പക്ഷെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാട്ടോ. അല്ല, നമ്മുടെ കുട്ടിത്വം എപ്പോഴും നിലനിർത്തുന്നതാണ്. നമ്മളൊരു 6 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 6 വയസ്സിന്റെ നമ്മള് പക്ഷെ വീട്ടുകാർ ഇതിലും ഭ്രാന്തെന്നാ പറയുന്നത്. അല്ല, ബിക്കോസ് എല്ലാവരുടെയും എന്റെ ലൈഫ് ഇങ്ങനെയാ. ആൾക്കാർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് ഈ അടുത്ത സമയത്ത് ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു, ഈ നമ്മൾ ഐസ്ക്രീം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുറത്തേക്ക് വന്ന സംഭവം നമ്മള് നക്കി എടുക്കില്ല. അത് സത്യത്തിൽ ഏകദേശം എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. മറ്റേ ഗ്ലാസിന്റെ ലാസ്റ്റ് ജ്യൂസ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രോ ഒറ്റയ്ക്ക് കേൾപ്പിക്കാന്നുള്ളത് ഭയങ്കര വിനോദമാണ്. അല്ല, നമ്മൾ ആ മെച്യൂരിറ്റി അഭിനയിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നമാണ്. പിന്നെ അവർക്ക് ആ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു ബ്രീത്ത് എടുക്കാൻ വേണ്ടിട്ട് പറ്റണ്ട. റോഹിത്തും എന്റെ വീട്ടുകാരും അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും അങ്ങനെ ഒരു ഫൺ ലൈഫിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ ആരെങ്കിലും എൻ്റെ അടുത്ത് പറയാണ് കുറച്ച് മെച്ചൂർഡാവും ഇങ്ങനെ ആവും പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ പറ്റുമോ, എനിക്ക് സിറ്റുവേഷൻസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ അധികം സമയം ഇങ്ങനെ ആവണം ലൈഫിൽ മൊത്തം ഈ രീതിയിൽ പ്ലാൻ ചെയ്യാറുണ്ട് ചില സമയത്ത്. ഞാൻ പറയും കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങണം, അല്ലെങ്കിൽ മെച്ചൂർഡ് ആവുന്നതല്ല, ഈ പറഞ്ഞ പോലെ ഒച്ച ഒന്ന് കുറയ്ക്കണം. ഇപ്പൊ റോഹിത് തന്നെ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ദ മൊമെന്റ് റോഹിത് തന്നെ നോണ്ടുമ്പോഴത്തേക്കും ബെറ്റൊക്കെ വെക്കും റോഹിത് ചില സമയത്ത്. ഒരു 5 മിനിറ്റ് നീ തല്ലായിട്ട് ഞാൻ വീട്ടിന്റെ പുറത്തായപ്പോ ഞാന് ഫസ്റ്റ് തിങ് അങ്ങനെ ട്രൈ ചെയ്താൽ ഞാനല്ലാണ്ടായി പോവേ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറയും വേണ്ടത് കുറെ കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും. ചിലർ പറയുന്നത് എന്നാന്ന് വെച്ചാല് ഒരു 10-60 വയസ്സൊക്കെ 60 എനിക്കൊരു ബേബി ആയി കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷെ ഞാൻ പെട്ടെന്ന് സൈലന്റ് ആവും എന്ന് പറയും. പക്ഷെ എന്റെ ഫ്രണ്ട്സ് എവട്ടെ പിന്നെ ഇവളെ ബേബിനെ നോക്കിയാൽ മതി വന്നല്ലായിരിക്കും. പക്ഷെ എന്റെ ഫ്രണ്ട്സ് അവരെൻജോയ് ചെയ്യുന്നിടത്തോളം കാലം എനിക്കത് പ്രശ്നമില്ല. പിന്നെ അവര് യൂസ്ഡ് ആയി, ഇനിയിപ്പോ ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ. അല്ല, മുമ്പ് ഏതോ ഇന്റർവ്യൂ പട്ടാള ചിട്ടയിലാണ് നടത്തിയത്. എന്റെ വീട്ടില് പട്ടാള ചിട്ട എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാല് രാവിലെ കറക്റ്റ് ഏർലി മോർണിംഗ് എണീക്കണം, രാത്രിയിൽ കറക്റ്റ് നേരത്തെ കിടന്നുറങ്ങണം, മൊബൈൽ ഫോൺ ഒരു 9 മണി വരെയൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ള സ്ക്രീൻ ടൈം ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അതായത് സിസ്റ്റമാറ്റിക് ലൈഫാണ്. പക്ഷെ ആവശ്യത്തിന് ഫ്രീഡം തന്നിട്ടും ഉണ്ട്. പക്ഷെ ആ ഫ്രീഡത്തിന് ഇപ്പം ഞാൻ എന്നെ പട്ടം പോലെ വളർത്തുമെങ്കിലും അതിൻ്റെ ആ ഒരു ത്രെഡ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിലായിരിക്കും എപ്പോഴും. അവരും ഇപ്പോഴും എനിക്കിപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടം എല്ലാ പാരൻസും ഇപ്പോൾ പറയുന്നത്, ഈ പറയുന്നത് ഞാൻ പോലും നാളെ എനിക്ക് കൊച്ചുണ്ടാകുമ്പോൾ അങ്ങനെയായിരിക്കും, ഞാൻ സ്ട്രിക്റ്റ് ആവും. പക്ഷെ ആ സ്ട്രിക്ട്നെസ് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും പറയുന്നതിന് കുഴപ്പമില്ല. ഞാൻ പഠിക്കും, അത്യാവശ്യം നന്നായിട്ട് പഠിക്കും. പക്ഷെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ബാക്ക്വേർഡാണ്. പക്ഷെ എൻ്റെ പാരൻസിന് ഞാൻ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാത്തതിന് എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയും. ഒരു പക്ഷേ എൻ്റെ മുട്ടിൻ്റെ താഴെ എന്നെ ചൂരലെന്ന് പറയാൻ പറ്റത്തില്ല, കുഞ്ഞീർക്കിലൊക്കെ കൊണ്ട് ചിലപ്പോൾ അടിക്കും. പക്ഷെ എനിക്കൊരിക്കലും അതൊരു അന്നത് വലിയ സങ്കടമായിട്ട് തോന്നും. പക്ഷെ ഇപ്പൊ എനിക്കത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം അങ്ങനെ വളർത്തിയോണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ വളർത്തിയോണ്ടായിരിക്കും ഒരു പക്ഷെ കോളേജ് എത്തുമ്പോഴും എനിക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ശരി എൻ്റെ പാരൻസ് എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഞാൻ വഴി തെറ്റാണ്ട് ചെറിയ രീതിയിൽ ഹർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ ശിക്ഷയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് പണിഷ് ചെയ്യാനോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഹർട്ടായിട്ട് തോന്നില്ല.
മറ്റു നമ്മൾ ഓവർ റിയാക്ട് ടീച്ചേഴ്സ് ഒക്കെ എന്നോട് ഭയങ്കര കെയറിങ്ങും ഭയങ്കര സപ്പോർട്ടൊക്കെ. അപ്പോൾ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയുമ്പോൾ അമ്മ സ്കൂളിൽ വന്നിട്ട് ടീച്ചേഴ്സിനോട് പറയും കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആവണം, അവളുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കരുത്, ഫ്രീ ആയിട്ട് നിൽക്കരുത്. ഒരു ടീച്ചേഴ്സ് അയ്യോ ഷീ സച്ച് എ വെരി ഗുഡ് ഗേൾ, ജെമ്മാണല്ലോ, പിന്നെ എന്തിനാന്നൊക്കെ ചോദിക്കും. അങ്ങനെ അമ്മ പിണങ്ങി സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം അമ്മ വീട്ടിൽ ഭയങ്കര ഇച്ചിരി സ്ട്രിക്റ്റ്. പക്ഷെ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ദേഷ്യപ്പെടുന്ന അമ്മ അങ്ങനത്തെ അമ്മയൊന്നും അല്ല. അമ്മ ഭയങ്കര ജോലി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മ. ഇപ്പം എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് അമ്മയോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്നെ അങ്ങനെയാണ് വളർത്തിയേക്കുന്നത്. സ്ട്രിക്ട്നെസ് എന്ന് പറയുമ്പോഴും അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കടിച്ച് ഒറ്റ കൊച്ചായതുകൊണ്ട് എല്ലാവരും വിചാരിക്കും മറ്റേ ലാളിച്ചാ വളർത്തിയത്. അല്ല, ഒലക്കെ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് എല്ലാ ഫ്രീഡവും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത്, എന്തൊക്കെയാണ് ബാഡ് എന്നുള്ളത് കറക്റ്റായിട്ട് വളർത്തിയോണ്ടാണ് ഇപ്പോഴും ഞാൻ ബോൾഡ് എന്ന് പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം എനിക്ക് ഈ ഒരു ഫീൽഡിൽ നല്ല സ്മാർട്ടായിട്ടും ബോൾഡായിട്ടും നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളത് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ ക്രെഡിറ്റ് അതെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും എന്നെ ഇങ്ങനെ ഭയങ്കര പൊത്തി പൊത്തി വളർത്തിയിട്ട് റോഹിത്തുമായിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റഡ് ആയ സിറ്റുവേഷനിൽ എല്ലാവരും കോളേജിൽ നിന്ന് ട്രിപ്പ് പോകും. എന്നെ വിടാൻ പേടിയാണ്. കാരണം ഞാൻ ഒന്നെങ്കിൽ വെള്ളത്തിൽ ചാടുമോ അല്ലെങ്കിൽ ഭയങ്കര ഓവർ സ്മാർട്ടഡ് ആയിട്ടേ ഞാൻ ചാടും നീന്തും എന്നൊക്കെ പറഞ്ഞ് നീന്തി എന്തെങ്കിലും പറ്റിയാലോ ചോദിച്ചാൽ എന്നെ വിടാൻ ഭയങ്കര പേടിയാണ്. എന്നിട്ട് ആകെ പറയുന്നത് എവിടെയെങ്കിലും പോകണമെങ്കിൽ അമ്മേനോട് വിളിച്ച് പറഞ്ഞിട്ട് പോകണം. കുന്നിൽ പോകാൻ പാടില്ല, വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, പിന്നെ കുന്നിൽ പോകാൻ പറ്റില്ല, വെള്ളത്തിൽ പോകാൻ പറ്റില്ല, റോഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എവിടെയാ ട്രിപ്പ് പോവാ ഫ്രണ്ട്സുമായിട്ട്. സോ ഞാൻ വിചാരിച്ചു അപ്പൊ ആ സിറ്റുവേഷനിലായപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എടാ ഒരു തവണ കോളേജിൽ നിന്ന് ഗോവയ്ക്ക് പോയിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അത് ക്രൈസ്റ്റിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പം എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ സ്കൂൾ തൊട്ടേ ഗോവയ്ക്ക് പോകുന്ന ടീമുകൾ. ഗോവയ്ക്ക് പോകുന്നത് എന്ത് ലൈഫാണ്? ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ലൈഫ് ഉണ്ടോ? ശരി, ഒരു കാര്യം ഞാൻ പോണ്ടിച്ചേരിക്ക് പോകാമെന്ന് പറയുന്നു. റോഹിത്ത് ഉണ്ട്, എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഞാൻ പറഞ്ഞു വീട്ടിലെന്ത് പറയും? അത് വീട്ടിൽ നീ എന്തെങ്കിലും ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോവാന്ന് പറ, ഏതെങ്കിലും സേഫ് സ്ഥലം പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് എനിക്ക് എൻ്റെ സൈക്കോളജിയുടെ ഒരു പ്രോജക്റ്റ് ചെയ്തത് സക്സസ് ആയിട്ട് അത് ഹൈദരാബാദിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കാണിക്കാൻ പോവാം. ഞങ്ങൾ ടീമായിട്ട് അവിടുത്തെ ഒരു എക്സിബിഷൻ. ഞാൻ വെറുതെ അമ്മ എടുത്ത് പറഞ്ഞു അമ്മ ഹൈദരാബാദ് ഇങ്ങനെ ഒരു എക്സിബിഷൻ സെറ്റായിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അമ്മ സെഡ് ഓക്കെ പോയിട്ട് വാ. അപ്പം അപ്പനും പറഞ്ഞ് എന്തെങ്കിലും ആവശ്യം വിളിക്കണം, ഹൈദരാബാദ് ഒറ്റയ്ക്കാണോ? ഞാൻ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളുടെ ടീച്ചറുണ്ട്, കോളേജിൽ നിന്നാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോണ്ടിച്ചേരി പോകുന്നു. അപ്പോൾ എനിക്ക് ലോക്കൽ വൈബ് ഒന്ന് അറിയണം. ഏത് സാധാ ഒരു ബസ്സിൽ കയറി ബസ്സിൽ പോണ്ടിച്ചേരി പോകണമെന്ന് പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലെത്തുന്നു. ചെന്നൈയിൽ നിന്ന് ഒരു ലോക്കൽ ബസ്സിൽ ഞാനും എൻ്റെ 2 ഗേൾ ഫ്രണ്ട്സും റോഹിത്തും കൂടെ ബസ്സിൽ കയറി പോവാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്നും അന്നും BSNLന്റെ സിം കാർഡാണ്. BSNL ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് നാട്ടിലൊന്നും റേഞ്ച് കിട്ടില്ല, കാടുകളിൽ മാത്രമേ റേഞ്ച് കിട്ടുള്ളൂ. ഇത് മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഫോണ് നെറ്റ്വർക്ക് ഇല്ലാണ്ടായി. അപ്പോൾ അമ്മ വിളിക്കുമ്പോൾ തമിഴാണ് കേൾക്കുന്നത്. എന്നിട്ട് ഞാൻ കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ എവിടെ എത്തി? അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അത് ഹൈദരാബാദ് ജസ്റ്റ് ലാൻഡ് ചെയ്തു. ഹൈദരാബാദ് എപ്പോഴാണ് തമിഴായത്? ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് മനസ്സിലായി നീ കള്ളത്തരം കാണിച്ചെന്നുള്ളത്. അടുത്ത ഫ്ലൈറ്റിന് ഒന്നെങ്കിൽ നീ ബാംഗ്ലൂർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നേരെ പോണ്ടിച്ചേരിക്ക് വരുവാണ്. ഐ ഗോട്ട് പാനിക്ഡ്. ഐ വാസ് ലൈക്ക് അയ്യോ ഇതിങ്ങനെ അമ്മ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് റോഹിത്ത് പറഞ്ഞു ബാ ഓട്ടോയിൽ കയറ്, നമുക്ക് നേരെ നമ്മൾ എടുത്തിരിക്കുന്ന റൂമിലേക്ക് പോകും. അപ്പോൾ അവിടെ ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ഞങ്ങൾ ഓട്ടോയിൽ കയറുന്നു. അപ്പോൾ അടുത്ത് അണ്ണ വേഗം സ്പീഡിൽ പൊക്കോന്ന് പറയുന്നു. അപ്പോൾ അണ്ണൻ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അണ്ണൻ വിചാരിക്കും ഞാൻ ഇനി ഒളിച്ചോടുവാണ്. അപ്പോൾ അണ്ണൻ പറയും എൻ്റെ പക്കം ഒരു സേഫ് പ്ലേസ് ഉണ്ട്. അപ്പോൾ പോടോ കൊടുത്തിട്ട് അത് കാരണം അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ റൂമിൽ ചെന്നു. ഞങ്ങൾ ഈ 5 ഗേൾ ഫ്രണ്ട്സ് ഇരുന്നിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. 5 ഗേൾ ഫ്രണ്ട്സ് പിന്നെ ബാക്കി റോഹിത്ത് ഇവരെല്ലാവരും ഇപ്പോൾ കല്യാണം കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഇവരെ തന്നെയൊക്കെ കല്യാണം കഴിഞ്ഞ്. എന്നിട്ട് റോഹിത്തിൻ്റെ ഒരു ഫ്രണ്ടും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ മാറി മാറി ഇങ്ങനെ കോള് വരുന്ന കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതായിരുന്നു ആ സിനിമ, ബാച്ചിലർ പാർട്ടി അല്ലല്ലോ, മറ്റേ ആസിഫ് അലിയും ഭാവനയും ഒളിച്ചോടുന്നൊരു പടം ഉണ്ടല്ലോ, ഹണീബി. ആ സിറ്റുവേഷൻ ഇങ്ങനെ ഫോൺ ഇരിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നു. അമ്മ തുരുതുരാ വിളിക്കുന്നു, അപ്പൻ തുരുതുരാ വിളിക്കുന്നു. അപ്പൻ എടുത്തിട്ട് പറഞ്ഞു നീ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല, പോണ്ടിച്ചേരിയാന്ന് അമ്മ പറയുന്നു, കയ്യിൽ പൈസ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടപ്പം. കുഴപ്പമില്ല, ഞാൻ കുറച്ച് പൈസ കൂടി ഇട്ടുതരാം, അവിടുന്ന് ജ്യൂസ് എന്താണെന്ന് വെച്ചാൽ വാങ്ങി കുടിച്ചിട്ട് മെല്ലെ മോള് വന്നാൽ മതി. ബിക്കോസ് അപ്പ നോ ദാറ്റ് ഹി ഡസൻറ്റ് വാണ്ട് ടു സ്പോയിൽ ദി ഹോൾ ട്രിപ്പ്. അമ്മ അതല്ല സീൻ. അമ്മ അപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, കോളേജിൽ വിളിച്ചു, അറിഞ്ഞു ഇതല്ല സംഭവം എന്നുള്ളത്. അമ്മ ലൈക്ക് നീ എന്നോട് തെറ്റാണ് കാണിച്ചോ, അങ്ങനെയാണ് ഇങ്ങനെ. ഞാൻ നാളെ വരെ വന്നതല്ലേ, എങ്ങനെയാ പെട്ടെന്ന് തിരിച്ചു പോകാൻ? ഞാൻ നാളെ പൊക്കോളാം എന്ന് പറഞ്ഞ് കരഞ്ഞു പിടിച്ചു. അവസാനം പോണ്ടിച്ചേരിയിൽ നിന്ന് നെക്സ്റ്റ് ഡേ ഞാൻ വണ്ടി കയറി വീട്ടിലെത്തിയെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഹോസ്റ്റലിൻ്റെ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര വിഷമം. അത് പോണ്ടിച്ചേരി കണ്ടിട്ടില്ലേ, തിരിച്ചെത്തി. അപ്പോൾ ഞാൻ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്തെങ്കിലും. അപ്പം അന്ന് റോഹിത്തിനെ ലൈൻ അടിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണല്ലോ റോഹിത്തിനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള ഒരു കുട്ടിക്കാലത്ത് ഇതുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു റോഹിത്ത് എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ
ഉറപ്പായിട്ട് പോണ്ടിച്ചേരി പോകണം എന്നുള്ള വാശിയായിരുന്നു എനിക്ക്. ലൈഫിൽ ആദ്യമായിട്ട് പോയതാണേ പോണ്ടിച്ചേരിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോണ്ടിച്ചേരി കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഞാൻ റോഹിത് വണ്ടി എടുത്ത് പോണ്ടിച്ചേരി പോയി അമ്മേനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, കണ്ടതല്ല ഞങ്ങൾ പോണ്ടിച്ചേരി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് പോണ്ടിച്ചേരി പോകണം. ഞാൻ എൻ്റെ സ്കൂളിൽ കോളേജിൽ ഒരിടത്തും അങ്ങനെ പോയിട്ടില്ല. അമ്മയും അപ്പനും എല്ലായിടത്തും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പോയി ഞങ്ങൾ അടിച്ചു പൊളിക്കും. പക്ഷേ ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഫ്രണ്ട്സ് ആയിട്ട് പോകുന്ന അടിപൊളിയാണ്, ഇന്ന സ്ഥലത്ത് പോകണോ, അവിടെ പോകണോ. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ശരിയോ, ഞാൻ ഇവിടെ ഒന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന് പറയും, അറിയാലോ എൻ്റെ കുട്ടിക്കാലത്തെ ട്രോമ, ഇങ്ങനെ പറഞ്ഞ് ഞാൻ കളിയാക്കും. അവരോട് ഇങ്ങനെ പറയും തമാശയ്ക്ക്. അപ്പോൾ അവർ പറയും ഇപ്പം ഞാൻ പക്ഷേ എല്ലാ സ്ഥലത്തും പോവും. ഇപ്പം എനിക്ക് അതിൻ്റെ ഇത് മനസ്സിലായി. ഈ കോളേജിൽ പോകുന്ന ഫണ്ടെന്ന് ഉദ്ദേശിക്കുന്ന ഈ പറയുന്നത് ഇവരെല്ലാവരും വീട്ടിൽ പറയണ്ടോ, അല്ലെങ്കിൽ കിട്ടുന്ന നമുക്ക് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടല്ലോ, ആ പോക്കറ്റ് മണി കൊണ്ടുപോയി അടിച്ചു പൊളിക്കുന്ന ഒരു ഫണ്ടാണ് പറയുന്നത്. പക്ഷെ ഇപ്പം അതിനുള്ള കൗതുകവും കാര്യങ്ങളൊക്കെ പോയി. കാരണം അത്രത്തോളം കറങ്ങി എല്ലായിടവും കറങ്ങി ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പം അതിനോട് വലിയ ത്രില്ലൊന്നുമില്ല. ഇപ്പം അമ്മയുടെ ഞാൻ പറയും, ശരിയല്ല ഞാൻ അന്ന് എന്ത് പൊട്ടത്തരമൊക്കെ അല്ല കാണിച്ചേ. പക്ഷെ അതൊരു ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത് തന്നെ അതുകൊണ്ടല്ലേ. അത് ചോദിക്കുമ്പോൾ രസകരമായൊരു സംഭവമാണ്. അല്ല, നമ്മള് എപ്പോഴും നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും. ഒരു വേറൊരു സംഭവം ചോദിച്ചാൽ നമുക്കിപ്പോൾ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് കോമാളിത്തരമൊക്കെ കാണിച്ച്. ഇപ്പം ആറാട്ടണ്ടൻ, അലൻ ജോസ് പെരേര, ഇവരെ നേരിട്ട് ഒന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോഴെന്തായിരിക്കും ഒരു ഇത്? ചെയ്യണം. ആങ്കർ അല്ലേ എൻ്റെ ജോലിയല്ലേ. എൻ്റെ ജോലി എന്ന് പറയുന്നത് ആങ്കറിങ് ആണ്. അതെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ വന്നിട്ട് പറയുകയാണ്, എലീന ഇന്നൊരു ഷോ ഇന്ന ആളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണം. അവരെനിക്ക് പേയ്മെന്റ് തരികയാണ്. ഇപ്പൊ എന്റെ ചാനലിലാണെങ്കിൽ എനിക്ക് സപ്പോസ് പ്രോഗ്രാം അല്ല, അപ്പൊ നേരിട്ട് കാണുകയാണ്, അപ്പം അവരെല്ലാം സെൽഫീസും മറ്റു ഇതിലും, പിന്നെ ആറട്ടനെ ഫോൺ ചെയ്ത് സെലിബ്രേറ്റ്. ഇപ്പം ബാക്കി ഫോൺ കോൾസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ടച്ച് സ്ക്രീൻ ഫോണാണ് നമ്മുടെ കയ്യിൽ. ഇപ്പം നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിനോട് പറയാം, എന്നെ ഇനി വിളിക്കരുത്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം, എന്തൊക്കെ വഴിയുണ്ട്. മൾട്ടിപ്പിൾ നമ്പേഴ്സിൽ നിന്ന് വിളിക്കുന്നുണ്ടെന്നൊക്കെയാണ് ചില ആൾക്കാരുടെ ഒരു പരാതി. ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയോ, ഇപ്പോഴും എൻ്റെ പേഴ്സണൽ നമ്പർ അധികം ആൾക്കാരുടെ കയ്യിലില്ല. എന്നെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അപ്പനെ ആയിരിക്കും കിട്ടുക. ബാക്കി അല്ല, ഞാൻ സത്യമായിട്ട് പറഞ്ഞ അപ്പനെ ആയിരിക്കും കിട്ടുന്നത് ഇപ്പോഴും. ഞാൻ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു സർക്കിൾ ഓഫ് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ വേറൊരു സെക്കൻഡറി നമ്പർ. ഇനി എൻ്റെ സെക്കൻഡറി നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എപ്പോഴും എടുത്തിട്ട് ഇത്രയും പറഞ്ഞാൽ പുള്ളിക്കാരന് വിളിക്കുന്നു, എന്നെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ആരാണെങ്കിലും വിളിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യും, കട്ട് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ഒരാൾക്കൊരു 4 നമ്പറിന് കൂടുതൽ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്താ. ഇപ്പൊ വരും അതിന്റെ താഴെ കമന്റ്, അന്ന് എനിക്ക് ഫ്ലൂ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഡ്രീമായിരുന്നു സിവിൽ സർവീസ് എഴുതിയെടുക്കണം, അല്ലെങ്കിൽ ഈ IPS ഓഫീസർ ആവണം എന്നുള്ളത്. എനിക്ക് യൂണിഫോമിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പോലീസ് ഇപ്പൊ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഞാൻ പറയും എനിക്ക് പോലീസ് വേഷം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഭയങ്കര കുറച്ച് ടോംബോയ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ മനസ്സിൽ കൂടിയതായിരുന്നു സിവിൽ സർവീസ്. അതിന് കോച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ പോയി. പക്ഷെ എൻ്റെ ഷൂട്ട് ഷെഡ്യൂൾസ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, സ്കൂൾ കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈവ് പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. കിരൺ TV-യിലാണെങ്കിലും ഏഷ്യാനെറ്റ് പ്ലസിലാണെങ്കിലും. അപ്പം സ്കൂൾ കഴിഞ്ഞ് നേരെ അതിന് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും നെക്സ്റ്റ് ഡേ സ്കൂൾ റുട്ടീൻ. അപ്പം അന്നത് ജസ്റ്റ് ഒരു ബേസ് എന്നുള്ള രീതിയിൽ മാത്രമേ വെച്ച് പോയി. ശരിക്കും പഠിച്ചത് ബാലവേല ചെയ്തിട്ടാണ്. പക്ഷെ ഐ എം പ്രൗഡ് അബൌട്ട് ദാറ്റ്. അല്ല, പ്രൗഡ് അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നാളെ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അവർക്കപ്പൊ വില ഉണ്ടാവില്ല. ആ കാലഘട്ടം കഴിഞ്ഞു. നമ്മുടെ ഈ വീട്ടിലൊക്കെ പറയുമല്ലോ, ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് വലിയ ബുദ്ധിമുട്ടിയാണ് പഠിച്ചത്. ഞാൻ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ആരുടെയും കൂടെ സെൽഫി എടുക്കാറില്ല. ഒരു സെലിബ്രിറ്റീസിൻ്റെയും കൂടെ അങ്ങനെ ഞാൻ സെൽഫി എടുത്തിട്ടുമില്ല. പിന്നെ ഈ 1-2 ആൾക്കാരുടെ വളരെ ചുരുക്കമായിരിക്കാം ഷൂട്ടിന് വേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് വെച്ച് വേറൊരാൾ എടുക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലാണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കും, നാളെ എനിക്കിപ്പോൾ ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പം എന്നെ അറിയത്തില്ലാത്ത ഒരാളുടെ അടുത്ത് ഞാനിത് എങ്ങനെ പറഞ്ഞ് പ്രൂവ് ചെയ്യും? അതായത് എനിക്ക് ഇന്ന ആൾക്കാരെ അറിയാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. എക്സാക്ട്ലി അല്ലേ, അത് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ അയ്യോ, അപ്പം ഞാൻ വിചാരിക്കും അല്ല വേണ്ട, എന്തിനാ അങ്ങനെ പറയുമ്പോൾ പറഞ്ഞിട്ട് എന്ത് കേടാനാ, അവർ അപ്രിഷ്യേറ്റ് ചെയ്യും, ചെയ്യണമെന്നില്ല. കാരണം ചിലപ്പോൾ വരുന്ന ആൾക്കാർ എന്നെക്കാട്ടിലും വലിയ, പിന്നെ ചിലപ്പോൾ എൻ്റെ പിള്ളേർ തന്നെ വലിയ താരങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഞാനിത് പറയുന്ന മറ്റൊരാള് കാലഘട്ടം മാറി. ഇപ്പൊ എന്നെക്കാട്ടിലും കൂടുതലാണ് യൂട്യൂബേഴ്സിനെ ഇൻഫ്ലുവൻസേഴ്സിനെ അറിയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ
അതിപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്. അതായത് സ്കൂൾ കഴിഞ്ഞ് നേരെ ഷൂട്ട് പോകുന്നു, വീണ്ടും നെക്സ്റ്റ് ഡേ സ്കൂൾ. അപ്പം വണ്ടികൾ സ്കൂളിലാണ് വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ ബോർഡ്, സൂര്യയുടെ ബോർഡൊക്കെ വെച്ച വണ്ടി നേരെ വരും. എനിക്കൊരു 5 minutes ബിഫോർ സ്കൂളിൽ നിന്ന്. അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ വളരെ. അന്ന് യൂട്യൂബ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ 1 million കണ്ടന്റ് ഒക്കെ വരില്ലേ. കാരണം അത് ആലോചിച്ച് നോക്കി. അതായത് ഈ വണ്ടിയൊക്കെ വരുന്നതെന്ന് പറയുന്നത് അന്ന് നമുക്ക് സൂര്യ TV എന്നൊക്കെ എഴുതിയിരിക്കുക, അല്ലെ ഏഷ്യാനെറ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് വലിയ ബോർഡായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ വണ്ടി വരും, പിള്ളേരെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മാത്രം 5 minute മുമ്പ് ബെല്ലടിക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോകുന്നതിന്റെ ഒരു അഹങ്കാരമുണ്ട്. സ്കൂളില് അതായത് ബെല്ലടിക്കുന്നതിന് ആ സമയത്ത് അത് എൻജോയ് ചെയ്തിരുന്നില്ലേ? പിന്നെ ആ സമയത്ത് വെച്ച് 5 minutes മുമ്പ് സ്കൂളിൽ അത് ഷോ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടം എന്താണെന്നറിയോ, ബെല്ലടിക്കുന്നതിന് മുമ്പ് എനിക്കാണല്ലോ പോകാൻ പറ്റുന്നത്. അല്ലാണ്ട് ഷൂട്ടിന് പോകുന്നു എന്നുള്ള ഹരമല്ല. 5 minute മുമ്പ് മറ്റേ പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്യുന്നു, എലീന യു ക്യാൻ ലീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഗൈസ് എനിക്ക് പോകാൻ ടൈമായി എന്ന് പറയുന്നു. ഞാൻ പെട്ടെന്ന് ബാഗ് പാക്ക് ചെയ്യുന്നു, ഞാൻ പോകുന്നു. അതായിരുന്നു. അല്ലാതെ ഷോ ചെയ്യുന്നതൊന്നും എനിക്ക് വലിയ സംഭവമല്ല. സ്കൂളിൽ ഇങ്ങനെ എല്ലാത്തിനും 5 minute മുമ്പ് പോകുന്നത് അതൊക്കെയായിരുന്നു ഭയങ്കര ഇഷ്ടം. ഷോയിൽ എത്തിപ്പെട്ട എങ്ങനെയാണ്? 2004-ലാണെന്ന് തോന്നുന്നു. ഞാൻ ഷോ ചെയ്യുന്നത് 2004-ലാണ്, പക്ഷെ ആ വർഷം തന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ അഡ്വർടൈസിങ് ഏജൻസിന്റെ ഒരു ഗെറ്റ് ടുഗദർ മൂന്നാറ് നടക്കുകയാണ്. സോ മൈ ഡാഡ് റൺസ് എൻ അഡ്വർടൈസിങ് കമ്പനി. പക്ഷെ അപ്പൻ എന്നെ ഒന്നിലും ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതായത് ഒരു ആഡ് കമ്പനിയിൽ പോലും, അപ്പന് സ്വന്തമായിട്ട് ആഡ് കമ്പനി ഉണ്ടെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റിൽ പോലും മോള് വേണം എന്ന് പറഞ്ഞ് നിന്നിട്ടില്ല. ഈ അഡ്വർടൈസിങ് ഏജൻസിന്റെ ഒരു പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസുകാർ അത് കവർ ചെയ്യാൻ വന്നപ്പോൾ ഒരു പിങ്ക് സ്വെറ്റർ ഇട്ട ഒരു കുട്ടി വെറുതെ അവിടെ കിടന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് സ്വാഭാവികം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അടുത്ത ക്യാമറ ചേട്ടൻ ഇങ്ങനെ ഹായ് മോളെ എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സോറി മൈ മോം സെഡ് ഡോണ്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. ആദ്യത്തെ ഡയലോഗ് പറയുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് വീണ്ടും ഇവർ കട്ട് ഷോട്ട്സ് ഒക്കെ എടുത്ത് അവിടെ ന്യൂസിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവിടെ പാട്ടുപെട്ടി ചെയ്യുന്നു സുരേഷ് അങ്കിളുണ്ട് ഏഷ്യാനെറ്റിൽ. അപ്പം അവരിങ്ങനെ സുരേഷ് അങ്കിളിനോട് ചോദിച്ചു സനിഷ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. അപ്പോൾ സനിഷയെ പോലെ ആങ്കർ സനിഷേനെ വെച്ച് പ്ലാൻ ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമിന് നമുക്ക് ഈ കുട്ടീനെ, എലീന എന്നൊന്നുമില്ല, ഈ കുട്ടീനെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുക എങ്ങനെയുണ്ടോ, ഈ കുട്ടി ആരാന്നറിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സുരേഷ് ആക്ട്രസ് ഇല്ല ഇപ്പോഴത്തെ സനിഷ, യെസ് സനിഷ അന്ന് ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ സനിഷേനെ വെച്ചൊരു പ്രോഗ്രാമും കണ്ട് ഇവർ പ്ലാൻ ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സനിഷ ആ സമയത്ത് സിനിമയിലേക്ക് പോകുന്നതുകൊണ്ട് ഇവർക്ക് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല. സനിഷനെ കിട്ടില്ല എന്നുള്ളൊരു ഓപ്ഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ സുരേഷ് അങ്കിളിന് അന്ന് അഡ്വർടൈസിങ് കമ്പനി ഉണ്ട്. അതുകൊണ്ട് സുരേഷ് അങ്കിളിന് നമ്മളെ അറിയാം. സുരേഷ് അങ്കിൾ പറഞ്ഞത് ഇങ്ങനെ ഫ്രണ്ടിന്റെ മോളാണ്, വേണേ ചോദിക്കാന്ന് പറയുന്നു. അപ്പൊ അന്ന് എന്റെ പല്ലിന് എന്തോ വയ്യാണ്ടിരുന്നിട്ട് കവടിയാറുള്ള ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പല്ലൊക്കെ എടുത്ത് ഒരു സൈഡൊക്കെ വീങ്ങിയിരിക്കുന്ന സമയത്താണ് അപ്പന് കോള് വരുന്നത്. ഞാനും അമ്മയും കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പം അമ്മനെ വിളിച്ചു. അപ്പം അമ്മ പറഞ്ഞു ഈ കൊച്ചിന് വയ്യാണ്ടിരിക്കുമല്ലേ, നമ്മളിങ്ങനെ കൊണ്ടുപോകാനോ. അപ്പോൾ അവർ പറഞ്ഞില്ല ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, 2 minute സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുളിയറക്കോടത്തെ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ പോകുന്നു. അവരെന്തോ 2 minute കണ്ട് സംസാരിച്ചു. പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സരസ്വതി വിദ്യാലയ സ്കൂളിന്റെ അവിടെ ഞാൻ പോയി ഫസ്റ്റ് എൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതാണ്. എനിക്ക് സ്കൂൾ ഓർമ്മയുണ്ട്, പ്രോഗ്രാം ചെയ്തത് ഓർമ്മയുണ്ടെന്ന് ചോദിച്ചാൽ ചെറിയ ഭാഗമേ ഓർമ്മയുള്ളൂ. മിസ്റ്റർ പ്രതാപ് നായരായിരുന്നു അന്നത്തെ പ്രൊഡ്യൂസർ. അപ്പം നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ളത് മലയാളത്തിൽ പറയണം. ഈ പറഞ്ഞത് ഞാൻ അന്ന് പഠിക്കുന്നത് ഹോളി ഏഞ്ചൽസ് ISC സ്കൂളിലാണ്. അപ്പോൾ അന്ന് സ്കൂളിൽ മറ്റേ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞല്ലേ പഠിക്കുള്ളൂ. അപ്പോൾ വീട്ടിലും ഇംഗ്ലീഷ്, നാട്ടിലും ഇംഗ്ലീഷ്, സ്കൂളിലും ഇംഗ്ലീഷ് പറഞ്ഞ് നടക്കുന്ന എൻ്റെ അടുത്ത് പെട്ടെന്ന് ഇത് പറയാൻ പറഞ്ഞപ്പോൾ എനിക്കത് വായിൽ വരുന്നില്ല പെട്ടെന്ന്. I was in like 3rd standard 4th standard. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അയച്ചുതരാം. അയക്കേണ്ട അഡ്രസ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയറക്കോണം PO. ഇപ്പോഴും അഡ്രസ്സ് വരെ എനിക്ക് ഓർമ്മയാണ്. അതുവരെ ബൈഹാർട്ടാക്കി പറഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞ് പോയി. പിന്നെ അവിടെ നിന്ന് ഈ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ഷോ ചെയ്യുന്നത്. അതപ്പോൾ 2004 തുടക്കം. 2005 എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു ഫോർ ബെസ്റ്റ് ആങ്കർ. അന്ന് എനിക്ക് അതിൻ്റെ വില അറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ചെറിയ സമയത്ത് അന്ന് MA ബേബി സാർ ഒരു സാധനം തരുന്ന എല്ലാവരുടെ മുന്നിൽ ഞാൻ കൈയടിക്കുന്നു, സാധനം മേടിക്കുന്നു, വീട്ടിൽ പോകുന്നു, കഴിഞ്ഞു കലാശ്. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഇപ്പം അത് കാണുമ്പോൾ എൻ്റെ അച്ചീവ്മെന്റ്സ് ഞാൻ കാണുമ്പോൾ അവിടുന്ന് തുടങ്ങിയ പിന്നെ കുറേ അവാർഡുകൾ നേടിയിട്ടുണ്ട്, തുടർച്ചയായിട്ട് കുറേ നേടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗ്രോത്ത് പിന്നെ അവിടുന്ന് എങ്ങനെയാണെന്നറിയോ, ഈ പറയുന്നില്ല അത് പിന്നെ അവസരം തേടി പോകുന്നതല്ല. ഞാൻ ഈ പറഞ്ഞില്ല ഏഷ്യാനെറ്റ് നിൽക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് പ്ലസ് വരുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവിടെ ഒരു ഷോ ചെയ്താലോ, അന്ന് ആങ്കേഴ്സ് കുറവാ. അപ്പോൾ ഞാൻ അവിടെ പോയി ചെയ്യുന്നു. അപ്പോഴാണ് കിരൺ TV എന്ന് പറയുന്ന ഒരു കിഡിലും ലൈവ് പ്രോഗ്രാം ആദ്യം വരുന്നത്. കിരൺ TVയിൽ ഒരു പക്ഷേ ജസ്റ്റ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ് പിള്ളേരുടെ പരിപാടി ചെയ്ത് അവിടുത്തെ ടോപ്പ് പിന്നെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാമോ വരെ. അതായത് പിള്ളേരുടെ പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് സീനിയോറിറ്റി ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടി ചെയ്ത് അവിടുന്ന് സൂര്യ TV അങ്ങനെ എങ്ങനെയായിരുന്നു പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസിന്റെ പ്രൊമോഷൻ പോലെ ഓരോ ചാനലിൽ എനിക്ക് കിട്ടിക്കൊണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര രസകരമായി തോന്നിച്ചു. പക്ഷെ ഒരിക്കലും ഞാനത് എൻ്റെ പ്രൊഫഷൻ ആയിരിക്കും ഇങ്ങനെ
അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ അടുത്തത് ഇന്ന ഷോ എടുക്കണം അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചാനൽ പറയാൻ പറഞ്ഞു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ. എനിക്ക് അത് ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് തന്ന സിനിമയിൽ തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ബ്രേക്ക് തന്ന ഷോ ആകാം. ഞാൻ ക്രൈസ്റ്റിൽ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മാത്രമേ ഒന്ന് ജസ്റ്റ് വന്നു പോയി 1-2 ലൈവ് അല്ലാത്ത കുറച്ച് ഷോസ് ചെയ്തുള്ളൂ. പക്ഷേ സ്മാർട്ട് ഷോയിലെ പിന്നെ ഫ്ലവേഴ്സിലെ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന പ്രോഗ്രാം ഞാനും ശ്രീകണ്ഠൻ നായരങ്ങളും കൂടിയാണ് ചെയ്തത്, നമ്മുടെ ഇപ്പോഴത്തെ SKN. അപ്പോൾ അന്ന് പിട്ടാപ്പള്ളിയിൽ ഏജൻസി സ്പോൺസർ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടൊരു ഡയലോഗ് പറഞ്ഞിട്ടാണ് എൻ്റെ ആങ്കറിങ് ബിറ്റ് വരുന്നത്. അത് ഭയങ്കരമായിട്ട് ആ ഒരു ടൈമിൽ പ്രോബബ്ലി ദാറ്റ് മസ്റ്റ് ബി ഇൻ 2016-15 ആ കാലഘട്ടങ്ങളിലായിരിക്കും. ഇതൊന്നും അപ്പോൾ കുറച്ചും കൂടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ചെറിയ വളർച്ചയും കൂടെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ പോലെ അല്ല, 17-18 ആയപ്പോൾ നമ്മൾ ജിയോ വന്നതിന് ശേഷമുള്ള ഒരു ഇപ്പോഴത്തെ പോലെ അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് റെക്കഗ്നൈസ് എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ആൾക്കാർ കുറച്ചുകൂടെ ഫോട്ടോസും വീഡിയോസും സെൽഫീസും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതായിരുന്നു ആ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഷോ. പിന്നെ അതിനോട് അടുത്ത് നിൽക്കുന്നതാണ് കോമഡി സർക്കസ്, മഴവിൽ മനോരമയിലെ കോമഡി. ഇത് രണ്ടും നിൽക്കുന്ന സമയത്താണ് ഏഷ്യാനെറ്റിൽ ഭാര്യ എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യുന്നത്. അപ്പം ഇത് മൂന്നും എന്ന് പറയുന്നത് 3 ജോണർ ഓഫ് എലീന പടിക്കലാണ്. ലൈക്ക് ഒരിടത്ത് ആക്ടിങ്, പിന്നെ കോമഡി മാസ്റ്റർ, സർക്കസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് ചിരിക്കുന്ന തമാശകൾ മാത്രം, ഹ്യൂമർ സെൻസിന് പറ്റുന്നൊരു ഇത്. മീൻവൈൽ മറ്റേടത്തെന്ന് പറയുന്നത് ഇതൊന്നുമല്ല, പിട്ടാപ്പള്ളിയിൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്നെ പലരും എലീന പിട്ടാപ്പള്ളിയിലാണെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് ഈ പഠിക്കൽ എന്നുള്ളത് മാറിയിട്ട്. അത് മൂന്നും ഭയങ്കര ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. അത് മൂന്നും ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. പിന്നെ വീണ്ടും അന്ന് തൊട്ടേ തുടങ്ങി വീണ്ടും ഇപ്പം വരെ നിൽക്കുന്നു. ഒരിടയ്ക്ക് പോലും ഒരു വർഷം പോലും ബ്രേക്ക് എടുക്കാണ്ട്. ഈ ആക്ടിങ് ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലേ? ബുദ്ധിമുട്ട് ആകെ എനിക്ക് പഠിക്കുന്ന സമയത്ത് മാത്രം, ട്രാവലിംഗ് മാത്രമേ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ടിങ് വലിയ താല്പര്യമില്ല, എന്നെ കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ കോൺഫിഡൻസിൻ്റെ പേരിൽ ഞാൻ ഭാര്യ എന്ന് പറയുന്ന സീരിയൽ 100 എപ്പിസോഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് അതൊരു 3.5 വർഷം അടിപൊളിയായിട്ട് കൊണ്ടുപോയി. എന്നെ ആൾക്കാർ ആ ക്യാരക്ടറിനെ സ്നേഹിക്കാൻ തുടങ്ങി. എന്നെയല്ല, ആ ക്യാരക്ടറിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് സീരിയൽസ് അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭാര്യയിൽ അന്ന് ചെയ്ത നയന എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ ചെയ്യും. സിനിമയിൽ എന്തെങ്കിലും ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കോൺഫിഡൻസ്, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫീലിംഗ് എന്താ പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അത് പൊട്ടത്തെറ്റാന്നുള്ളത് എല്ലാവരും എന്നോട് പറയുന്നുണ്ട്. ചെയ്തിട്ട് പിന്നെ ആൾക്കാർ എന്നെ കുറ്റം പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ. ആദ്യം ഇത് മലയാളം പറയാൻ പറ്റിയില്ല, കുഞ്ഞായിരുന്ന സമയത്ത്. പക്ഷെ അത് ട്രെയിൻ ചെയ്ത് ശരിയായി. ദെൻ സീരിയലിൽ അഭിനയിക്കാൻ പറ്റും വിചാരിച്ചില്ല, അത് അഭിനയിച്ചു. പക്ഷെ അതിൽ ക്യാരക്ടർ എന്റെ പോലത്തെ ഒരു ക്യാരക്ടറാ. അതായത് കരഞ്ഞു നടക്കുന്ന ഒരാളല്ല. അത്യാവശ്യം ബുള്ളറ്റ് ഓടിച്ച് മതിലും ചാടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തിരിച്ചു പറഞ്ഞ് എനിക്ക് നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു നയന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. നെഗറ്റീവ് ഷെയ്ഡുള്ള ഹീറോയിനാണ്. പക്ഷെ എന്നാൽ ആ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്ടത്തരമല്ല. ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പറയുന്നു, അല്ലെ കള്ളത്തരങ്ങൾ പൊക്കുമ്പോൾ അതിനെ എങ്ങനെ മറിക്കുന്നു, പിന്നെ നിൽക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥയില്ലാത്ത സമയത്ത് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞൊരു യോമേ എന്തെങ്കിലും എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു പൊട്ടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ അത്യാവശ്യം നല്ല സ്മാർട്ടും ആണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ്. അതെനിക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അതുപോലത്തെ ഒരു ക്യാരക്ടർ അല്ല പിന്നീട് വരുന്ന ഹീറോയിൻ റോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സാരിയൊക്കെ ഉടുത്ത് ഫേസിൽ തന്നെ കാണുമ്പം കരച്ചിലോ അല്ലെങ്കിൽ അയ്യോ പാവം കുട്ടി എല്ലാവരും പറയാതെ പറ്റും. പക്ഷെ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാൻ കുറച്ച് സമയം അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. സിനിമയിലും എന്നെ വിളിച്ചിട്ടുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണെങ്കിലും എൻ്റെ ഈ കോൺഫിഡൻസ് കുറവ് കൊണ്ടാണ് പലതും ലാസ്റ്റ് നിമിഷം ഞാൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്നെ കളിയാക്കുമായിരുന്നു എല്ലാവരും. ഭയങ്കര ജാടയാ അഭിനയിക്കാൻ വിളിച്ച. എൻ്റെ അടുത്ത് പറയും ഞാൻ അവസരം തട്ടിക്കളയുന്ന ഭയങ്കര മോശമാണ്, കാരണം ഈ ഒരു അവസരത്തിന് വേണ്ടി എത്രയോ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് നിന്നിട്ടില്ല. ഒരു കാലഘട്ടം ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് നിന്നു. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരിക്കലും റോള് വരുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യും. കാരണം അതെൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വീട്ടുകാർക്കും ഒരാഗ്രഹമുണ്ട്. ഇത്രയും കാലം ചെയ്തു, അപ്പോൾ ഒരെണ്ണെങ്കിലും വെറുതെ ഒന്ന് ചെയ്യും.